അല്ല ഈ കയ്യിലില്ലേ 250 ഗ്രാം വെള്ളം ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ കയ്യിൽ എത്ര നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. ഞാൻ പറയട്ടെ എന്നാല്, നമ്മൾ ഈ 250 മോളിക്കുലാർ മാസ് ആയിട്ടുള്ള 18 ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വാട്ടറിൻ്റെ മോളിക്കുലാർ മാസ് 18 ആണല്ലോ. അപ്പോൾ നമുക്ക് ഇത് കയ്യിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കിട്ടും. വാട്ടർ മോളിക്യൂളിൻ്റെ ആ നമ്പർ 13.88. ആ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യുക? അവോഗാഡ്രോ നമ്പർ ആയിട്ടുള്ള 6.022 × 10⁻23 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ കയ്യിലുള്ളത് കിട്ടും. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു വാട്ടർ മോളിക്യൂൾസിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണമായിട്ടുള്ള 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്കൊരു നമ്പർ കിട്ടും. അത് എത്രയാണെന്നറിയോ? പറയട്ടെ, 8.36 × 10⁻25. ഈ നമ്പറിനെ നമ്മൾ ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് ആയിട്ടുള്ള 1.6 × 10⁻−19 കൂളമ്പോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ടോട്ടൽ ചാർജ് കിട്ടും. അത് എത്ര ഞാൻ പറയട്ടെ? ഇത് കേൾക്കാൻ റെഡി അല്ലേ? എത്ര അറിയോ? 1,33,52,222.22 കൂളംസ്. ഭയങ്കര വലിയ ചാർജ് അല്ലേ? പക്ഷെ എന്നാലും നമുക്ക് ഷോക്ക് അടിക്കണില്ല. എന്താ അറിയോ? അത്രയും തന്നെ പോസിറ്റീവ് ചാർജും വാട്ടർ മോളിക്യൂൾസിലുണ്ട്, നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ ഇതെന്ത് ചെയ്യും? ന്യൂട്രലായി പോവും, ക്യാൻസലായി പോവും. മാത്രമല്ല ഈ ഇലക്ട്രോൺസും പ്രോട്ടോൺസും ഒക്കെ എന്ത് ചെയ്യാണ്? നമ്മളെ വാട്ടർ മോളിക്യൂളിൽ ഹൈലി ടൈറ്റ്ലി ബൗണ്ടഡ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? അത് ഫ്രീ ആയിട്ട് ഇങ്ങനെ നമ്മളെ കയ്യിലൂടെ പാസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക? നമ്മൾ സേഫ്, നമുക്ക് എന്ത് ചെയ്യില്ല, ഷോക്ക് അടിക്കില്ല.